വെൽക്കം ബാക്ക് ടു വരാന്തറേസ് യൂട്യൂബ് ചാനൽ. ടാർഗറ്റ് സി ജി എൽ 2024 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡേ 20 ആണ്. അപ്പോൾ ടാർഗറ്റ് സി ജി എല്ലിനെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ എന്താ, നമ്മൾ ഇനി വരുന്ന നമ്മുടെ സി ജി എൽ എക്സാമിൻ്റെ റീസണിംഗ് എന്ന് പറയുന്ന പേപ്പറിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ആണ്. നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന പല ടോപ്പിക്സുകൾ, നമ്മുടെ നമ്പർ സീരീസ്, അതുപോലെ ക്ലോക്ക്, കലണ്ടർ, കോഡിംഗ്, ഡിക്കോഡിംഗ്, അതിന് ഡയറക്ഷൻ എല്ലാത്തിലും വരാറുണ്ട്. അത് ക്വാണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് പോകുന്നൊരു സീരീസ് ആണ്. അപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ ഇവിടെ റെഡിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങൾ ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കുക. ഞാൻ 30 സെക്കൻഡ് സമയം തരും എല്ലാ ക്വസ്റ്റിനും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ക്വാണ്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വാണ്ട് നമ്മൾ മാത്സിലൊക്കെ നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വെച്ചിട്ട് ചെയ്യാറില്ലേ? അപ്പോൾ അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ റീസണിങ്ങിലും ഇടയിലൊക്കെ കയറി വരാറുണ്ട്. ചെയ്തു നോക്കാം. 30 സെക്കൻഡ് സമയം. എന്താ പറയുന്നത്, 3 പേരുടെ മന്ത്ലി ഇൻകം തന്നിട്ടുണ്ട് അല്ലേ? മന്ത്ലി ഇൻകം തന്നിട്ടുണ്ട്. അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്, അവരുടെ എക്സ്പെൻഡിച്ചറുടെ റേഷ്യോസും തന്നിട്ടുണ്ട്. റേഷ്യോകൾ നമുക്കറിയാം, എന്തിൻ്റെയൊക്കെ ഇൻകത്തിൻ്റെ റേഷ്യോയും അറിയാം, അതുപോലെ എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോയും അറിയാം. സേവിങ്സിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അവരെന്തുകൂടെ തന്നിട്ടുണ്ട്, ആ ഇടയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പറയുന്നുണ്ട്. അങ്കിത് പുള്ളിക്കാരൻ്റെ ഇൻകത്തിൻ്റെ 25% അല്ലേ, 4 ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ 3 സേവിങ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. ആരൊക്കെയാ ഉള്ളത്? അങ്കിത് ഉണ്ട്, സഞ്ജയ് ഉണ്ട്, റോഷൻ ഉണ്ട്. ഇവരുടെ ഇൻകം ഐ എന്ന് എഴുതുന്നുണ്ട്. ഐ ഫോർ ഇൻകം. ഇൻകത്തിന്റെ റേഷ്യോ എത്ര തന്നിരിക്കണേ? 12:9:7. 12:9:7. അപ്പോൾ ഇത് യൂണിറ്റുകളായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ എക്സും വൈ എന്നൊക്കെ നമുക്ക് ഒരു യൂണിറ്റിന്റെ വാല്യൂ നമ്മൾ പറയാറില്ല, ഇത്ര യൂണിറ്റ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി എക്സ് വേണമെങ്കിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 12x, 9x, 7x അവരുടെ ഇൻകംസ് എനിക്ക് കിട്ടി. ഇനി അവരുടെ എക്സ്പെൻഡിച്ചർ എനിക്കറിയാം. എക്സ്പെൻഡിച്ചർ എത്രയാ? എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ എനിക്കറിയാം. എത്രയാ? 15:9:8. അപ്പോൾ അത് വേറൊരു റേഷ്യോ അല്ലേ? ഇതിലുള്ള ഈ ഒരു റേഷ്യോയുടെ ഒരു യൂണിറ്റിന്റെ വാല്യൂ ആയിരിക്കില്ല 15:9:8 എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ റേഷ്യോയുടെ ഒരു യൂണിറ്റിന്റെ വാല്യൂ. രണ്ടും ഡിഫറെന്റ് റേഷ്യോസ് ആണ്. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, അതിന്റെ വൈ എന്ന് എടുക്കുന്നു. 15y, 9y, 8y. ചോദിച്ചിരിക്കുന്നത് എന്താ നമ്മളോട് സേവിങ്സിന്റെ റേഷ്യോ എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ഇൻകം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ എക്സ്പെൻഡിച്ചറും സേവിങ്സും കൂടി കൂട്ടുമ്പോഴാണല്ലോ ഇൻകം കിട്ടുന്നത്. ടോട്ടൽ ഇൻകം, ടോട്ടൽ വരുമാനത്തിൽ നിന്ന് ഞാൻ കുറച്ച് ചിലവാക്കും, കുറച്ച് ഞാൻ എടുത്തു വെക്കും. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എന്താ, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻഡിച്ചറും സേവിങ്സും തമ്മിൽ കൂട്ടുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സേവിങ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? സേവിങ്സിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഇവര് മൈനസ് ചെയ്ത് എഴുതുന്നതായിരിക്കും ഇവരുടെ സേവിങ്സുകളുടെ റേഷ്യോ എന്ന് പറയുന്നത്. അത് എഴുതുന്നതിന് മുൻപായിട്ട് അവരൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. എന്താ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? അങ്കിത്ത് ഫസ്റ്റത്തെ ആളുടെ കേസ്. അപ്പോൾ ഫസ്റ്റത്തെ ആളുടെ മാത്രം സേവിങ്സ് എന്തായിരിക്കും? മൊത്തം വരുമാനം 12x ആണ്. അതിൽ 15y രൂപ ചെലവാക്കുന്നുണ്ടെങ്കിൽ മിച്ചം എത്ര രൂപയായിരിക്കും എടുത്തു വെക്കുന്നുണ്ടാവുക, സേവ് ചെയ്യുന്നുണ്ടാവുക? 12x മൈനസ് 15y ആയിരിക്കും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അങ്കിത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അങ്കിത്ത് സേവ്സ് 25% ഓഫ് ഹിസ് ഇൻകം. പുള്ളിയുടെ ഇൻകം, വരുമാനം എത്രയാണോ അതിന്റെ 25% സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സേവ് ചെയ്യുന്നത് എത്ര രൂപ എന്നാണ് കിട്ടിയത്? 12x മൈനസ് 15y ആണ് സേവ് ചെയ്യുന്നത്. ആ സേവ് ചെയ്യുന്ന രൂപ എന്ന് പറയുന്നത് അങ്കിത്തിന്റെ വരുമാനത്തിന്റെ 25% എന്ന് പറയുമ്പോൾ 25% എന്ന് പറയുമ്പോൾ അതിന്റെ ഫ്രാക്ഷണൽ വാല്യൂ എത്രയാ? 4 ഭാഗം അല്ലേ, 1/4 ആണ്. അപ്പോൾ വരുമാനം എത്ര അങ്കിത്തിന്റെ? 12x ആണ്. 12xന്റെ 4 ഭാഗമാണ് പുള്ളി സേവ് ചെയ്യുന്നത്. അപ്പോൾ 12x വരുമാനം ഇൻറ്റു 4 ഭാഗം 25% ആണല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇനി ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. ഇതേ 3x, ഈ 3xും ഇവിടെ ഒരു 3x ഉണ്ട്, ഇവിടെ ഒരു 12x ഉണ്ട്. ഒരേ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 12x മൈനസ് 3x ഈക്വൽ ടു 15y, 9x ഈക്വൽ ടു 15y. x/y എത്രയാണെന്ന് വന്നു? 5/3 എന്ന് വന്നു അല്ലേ? 3 യൂസ് ക്യാൻസൽ ചെയ്യുമ്പോൾ എനിക്ക് x/yയുടെ വാല്യൂ എത്രയാണെന്ന് വന്നു? 5/3 എന്ന് വന്നു. അതായത് എക്സിന്റെ വാല്യൂ 5 ആണെന്നുണ്ടെങ്കിൽ, വൈയുടെ വാല്യൂ എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് റിയൽ വാല്യൂസ് കണ്ടുപിടിച്ചൂടെ? ഇവരുടെ ഇൻകം എത്രയാണ്, ഇവരുടെ എക്സ്പെൻഡിച്ചർ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചൂടെ? ഓരോ എക്സും. അപ്പോൾ 12x എന്ന് പറയുമ്പോൾ എത്രയാ? 12 × 5 60 അല്ലേ? ഇവിടെ എഴുതുന്നുണ്ട്. 12x എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്ര കിട്ടിയത്? 5 ആണ് കിട്ടിയത്. അപ്പോൾ 12 ഇൻറ്റു 5 60 ആയിരിക്കും എയുടെ വരുമാനം. ഇവിടെ എത്ര ആയിരിക്കും? 9x എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 5 45 ആയിരിക്കും രണ്ടാമത്തെ ആളുടെ ഇൻകം. മൂന്നാമത്തെ ആളുടെയോ? 7 ഇൻറ്റു 5 35 അല്ലേ? 35 ആയിരിക്കും മൂന്നാമത്തെ ആളുടെ വരുമാനം. ഇനി അടുത്തത് എന്താ? അവരുടെ എക്സ്പെൻഡിച്ചർ 15y, 9y, 8y. ഒരു വൈയുടെ വാല്യൂ എത്രയാ? വൈയുടെ വാല്യൂ, അതായത് ഒരു യൂണിറ്റിന്റെ വാല്യൂ 3 ആണ് അവിടെ കിട്ടിയത്. അപ്പോൾ ഇവിടെ എത്രയായി? 15 ഇൻറ്റു 3 45. 9 ഇൻറ്റു വൈയുടെ വാല്യൂ 3 27. ഇവിടെ എത്രയാന്ന് വരും? 3 ഇൻറ്റു 8 24. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇൻകവും കിട്ടി. ശരിക്കുള്ള ഇൻകവും എക്സ്പെൻഡിച്ചറും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം?
അവരുടെ സേവിങ്സ് കണ്ടുപിടിക്കുക. മൈനസ് ചെയ്താൽ മതി അല്ലേ. 60-ൽ നിന്നും 45 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണെന്ന് വരും? 15. ഇവിടെയോ 45-ൽ നിന്നും 27 മൈനസ് ചെയ്യുന്ന സമയത്ത് എത്രയാണെന്ന് വരും? 18. അഗെയിൻ ഇവിടെ എന്ത് വരും? 35 മൈനസ് 24 11. അപ്പോൾ 15:18:11 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് അല്ലേ, അത് വെച്ചിട്ട് നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ഇൻകത്തിൻ്റെയും എക്സ്പെൻഡിച്ചറുടെയും റേഷ്യോ അവർ തന്നിട്ടുണ്ടായിരുന്നു. 3 പേരുടെ റേഷ്യോ ആണ് തന്നത്. 2 പേരുടെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത് 3 പേരുടെ തന്നത്. അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ പറഞ്ഞു, അതിലുള്ള ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത് എത്ര, വരുമാനത്തിൻ്റെ 4/1 ഭാഗമാണ് പുള്ളി സേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് ആ 2 റേഷ്യോയുടെയും ഓരോ യൂണിറ്റുകളുടെ വാല്യൂ ഞാൻ കണ്ടുപിടിച്ചു. ശേഷം എന്ത് ചെയ്തു? കറക്റ്റ് വാല്യൂ ഞാൻ അതിൽ നിന്ന് എടുത്ത് എഴുതി മൈനസ് ചെയ്തപ്പോൾ എനിക്ക് സേവിങ്സ് കിട്ടി. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത്, വരുമാനം എന്ന് പറയുന്നത് എന്തൊക്കെ ചേരുന്നതാ? ഞാൻ ചിലവാക്കുന്ന രൂപ പ്ലസ് ഞാൻ എടുത്തു വെക്കുന്ന എൻ്റെ സേവിങ്സ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി 15, 18, 11 ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. എല്ലാവരും ഇത് നോട്ട് ചെയ്തെടുക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ അഗെയിൻ ക്വാണ്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 8 വിമണിന് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ചെയ്ത് നോക്കണേ, 30 സെക്കൻഡ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, സമയം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ പോസ് ചെയ്യുക വീഡിയോ, എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് എക്സ്പ്ലനേഷൻ അതിന് ശേഷം കേട്ടാലും മതി. അപ്പോൾ നോക്കാം നമുക്ക്. ഓക്കെ, എന്താ പറയുന്നത്? ടോട്ടൽ എൻ്റെ കയ്യിൽ 820 രൂപയുണ്ട്. അത് 6 മെന്നിനും 8 വിമണിനും 12 ബോയ്സിനും ഞാൻ വീതിച്ചു കൊടുക്കാൻ പോവുകയാണ്. ആ വീതിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓരോരുത്തർക്കും കിട്ടുന്ന പൈസ എങ്ങനെയൊക്കെ ആയിരിക്കണം? എവറി വുമൺ ഗെറ്റ്സ് ആൻ എമൗണ്ട് ഈക്വൽ ടു ദാറ്റ് റിസീവ്ഡ് ബൈ 1 മാൻ ആൻഡ് 1 ബോയ് കമ്പൈൻഡ്. അതായത് ഒരു ബോയ്ക്കും ഒരു മാനിനും കിട്ടുന്ന പൈസ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമോ അതായിരിക്കണം ഒരു വുമണിന് കിട്ടേണ്ടത്. അങ്ങനെ ആയിരിക്കണം ഞാൻ ഡിവൈഡ് ചെയ്യേണ്ടത്. അത് കൂടാതെ എഗൈൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എവറി മാൻ ഗെറ്റ്സ് 1.5 ടൈംസ് എമൗണ്ട് റിസീവ്ഡ് ബൈ എ ബോയ്. ഒരു കുട്ടിക്ക്, ഒരു ബോയ്ക്ക് കിട്ടുന്ന രൂപ എത്രയാണോ അതിൻ്റെ 1.5 ടൈംസ് അല്ലേ, 1.5 ആയിരിക്കും ആർക്ക് കിട്ടുന്നുണ്ടാവുക? ആ മാനിന് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് ഇവിടെ റേഷ്യോസ് എടുക്കേണ്ടി വരും അല്ലേ. മാൻ, വുമൺ, ബോയ് റേഷ്യോ എനിക്ക് എടുക്കേണ്ടി വരും അവിടെ എന്തായാലും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? അതിലേക്ക് വരാം നമുക്ക്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന ഡാറ്റയിലേക്ക് വരുന്നതിന് മുൻപായിട്ട് താഴത്ത് എന്തൊക്കെയാണ് പറയണത് നോക്കിക്കേ. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 1.5 ടൈംസ് റിസീവ്ഡ് ബൈ ബോയ്. സപ്പോസ് ബോയ്ക്ക് 1 യൂണിറ്റ് ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. 1 യൂണിറ്റ് ആണ് കിട്ടണതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു മാനിന് എത്ര രൂപയായിരിക്കും കിട്ടുന്നുണ്ടാവുക? ഒരു ബോയ്ക്ക് 1 രൂപ അല്ലെങ്കിൽ 1 യൂണിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ 1.5 ടൈംസ് എന്ന് പറയുമ്പോൾ, ഹാഫ് ടൈം അല്ല ഇവിടെ തെറ്റിക്കരുത്. ഹാഫ് എന്ന് പറയുമ്പോൾ 1/2. 1.5 എന്ന് പറയുമ്പോൾ എന്തായി? 1.5 ആയി അല്ലേ, 3/2 ആയി. അപ്പോൾ ഒരു ബോയ്ക്ക് 1 രൂപ 1 യൂണിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ മാനിന് എത്രയായിരിക്കും? 1ന്റെ 1.5 ടൈംസ് എന്ന് പറയുമ്പോൾ 1 × 1.5 അല്ലേ, 3/2 3/2. അപ്പോൾ 1.5 ആയിരിക്കും, 1.5 അല്ലെങ്കിൽ 3/2 ആയിരിക്കും ആർക്ക് കിട്ടുന്നുണ്ടാവുക? മാനിന് കിട്ടുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ വിമണിന് കിട്ടുന്നത് എത്രയായിരിക്കും? വിമണിന് കിട്ടുന്നത് ഒരു മാനിനും ഒരു ബോയ്ക്കും കിട്ടുന്നതിൻ്റെ തുക മൊത്തം കൂട്ടുമ്പോൾ എന്ത് കിട്ടുമോ അതായിരിക്കും ഒരു വിമണിന് കിട്ടുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ബോയ്ക്ക് ഞാൻ 1 യൂണിറ്റ് എന്നാണ് എടുത്തത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മാത്രം കമ്പയർ ചെയ്തിട്ട് ഒരാളെ കോൺസ്റ്റൻ്റ് ആക്കി 1 എന്നുള്ളൊരു വാല്യൂവിൽ നിർത്തിയിട്ട് അത് വെച്ച് താരതമ്യം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ബാക്കിയുള്ളതിൻ്റെ റേഷ്യോസ് എഴുതാൻ നോക്കുക. അപ്പോൾ വിമണിന് കിട്ടുന്ന എത്രയായിരിക്കും? 1 + 3/2. 1ഉം 1.5യും എത്ര? 2.5. അതായത് 5/2 അല്ലേ. 5/2 ആയിരിക്കും. 2.5 അല്ലെങ്കിൽ 5/2 ആയിരിക്കും ഒരു വിമണിന് കിട്ടുന്നുണ്ടാവുക. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ചെറുതാക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ തന്നെ നിർത്തുക. 1 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 1.5 ആയിരിക്കും, ഇവിടെ 2.5 ആയിരിക്കും, 5/2 ആയിരിക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ടോട്ടൽ അവർ പറയുന്നുണ്ട് 6 മെന്നിനും 8 വിമണിനും 12 ബോയ്സിനുമാണ് ഞാൻ ഈ രൂപ ഇതേ റേഷ്യോയിൽ ഞാൻ വീതിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 6 നോക്കിക്കേ, ഒരു മാനിന് 3/2 അല്ലെങ്കിൽ 1.5 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ 6 മെന്നിന് എത്ര രൂപ കിട്ടും? ഒരാൾക്ക് 3/2 ആണെങ്കിൽ 6 പേർക്ക് എത്ര? 6 × 3/2 9 അല്ലേ, 9 കിട്ടി. 9 യൂണിറ്റ് ആണ്, രൂപയല്ല, 9 യൂണിറ്റ് റേഷ്യോ ആണ് ഞാൻ എഴുതിയേക്കണേ അല്ലേ, 9 യൂണിറ്റ്. അതേപോലെ ഒരു വിമണിന് 5.5 അല്ല 2.5 5/2 ആണെന്നുണ്ടെങ്കിൽ എത്ര വിമൺ ഉണ്ട് അവിടെ? 8 വിമൺ ഉണ്ട് അല്ലേ. അപ്പോൾ 8 വിമണിന് എത്ര രൂപയായിരിക്കും കിട്ടുന്നുണ്ടാവുക? 8 × 5/2 20 അല്ലേ, 20 എന്ന് കിട്ടി. അതേപോലെ ഒരു ബോയ്ക്ക് 1 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ 12 ബോയ്ക്ക് എത്രയായിരിക്കും? 12 ബോയ്സിന് 12 × 1 12 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയാണെന്ന് വരും? അതാണല്ലോ ഇവരുടെ. ഇതിപ്പോൾ എത്രയായി? 6 മെന്നിന് 9 യൂണിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ 8 വിമണിന് 20 യൂണിറ്റ് കിട്ടുന്നുണ്ട്, 12 ബോയ്സിന് 12 കിട്ടുന്നുണ്ട്. ഇവർക്ക് കിട്ടുന്ന രൂപയല്ലേ, ആ രൂപ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് കിട്ടുമോ അതായിരിക്കുമല്ലോ എൻ്റെ ടോട്ടൽ പൈസ 820 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നോക്കിക്കേ, 9 20 12 എത്രയാണെന്ന് വരും? 41.
അല്ലെ 41 യൂണിറ്റ്. അപ്പോൾ എൻ്റെ 41 യൂണിറ്റിൻ്റെ റേഷ്യോ പ്രകാരമുള്ള 41 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് 820 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 820 കാണുമ്പോൾ തന്നെ അറിയാം ഇരട്ടിയാണ് അല്ലേ. അപ്പോൾ ഇൻറ്റു 20 ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് 20 റുപ്പീസ് ആയിരിക്കും എൻ്റെ റേഷ്യോ പ്രകാരമുള്ള ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 20 രൂപ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 8 വിമണിന് കിട്ടാൻ പോകുന്ന പൈസ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വിമണിന് എത്ര രൂപയായിരിക്കും കിട്ടുന്നത്? ഒരു വിമണിന് 5/2 യൂണിറ്റ് അല്ലേ. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 20 രൂപയാണെങ്കിൽ 5/2 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാ? 5/2 ഇൻറ്റു 20 എത്രയാണെന്ന് വരും? 50 റുപ്പീസ്. അപ്പോൾ ഒരു വുമണിന് എത്ര കിട്ടുന്നുണ്ട്? 50 രൂപ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8 വിമണിന് എത്ര രൂപയായിരിക്കും കിട്ടുന്നുണ്ടാവുക? 8 ഇൻറ്റു 50 400 രൂപ. 400 രൂപ. അപ്പോൾ 400 റുപ്പീസ് എന്നുള്ളതായിരിക്കും നമ്മുടെ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഏത് ഓപ്ഷനാണ് അത്? ഓപ്ഷൻ ഡി. 400 രൂപയായിരിക്കും 8 വിമണിന് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത് നോട്ട് ചെയ്തെടുക്കുക. റേഷ്യോ പ്രൊപ്പോർഷനിലെ ക്വസ്റ്റ്യൻസ് പോലെ ഉണ്ട് ആണ്. ആക്ച്വലി റേഷ്യോസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ റീസണിങ്ങിലും ഇടയിൽ ഇത് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് നോട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓഡ് വൺ ഔട്ടാണ് അല്ലേ. സെലക്ട് ദി ഓഡ് വേർഡ്. അപ്പോൾ സയാൻ, ക്രിംസൺ, ഇൻഡിഗോ, സ്കൈ ബ്ലൂ. പെട്ടെന്ന് നോക്കി പറയാവുന്നതേ ഉള്ളൂ അല്ലേ. സയാൻ, ക്രിംസൺ, ഇൻഡിഗോ, സ്കൈ ബ്ലൂ. അപ്പോൾ ഇതിൽ ഒരെണ്ണം മാത്രം കൂട്ടത്തിൽ ചേരുന്നില്ല. എന്താ? സയാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ് സയാൻ എന്ന് പറയുന്നത് അല്ലേ. സെക്കൻഡറി കളറാണ്. ക്രിംസൺ എന്ന് പറയുമ്പോൾ എന്താ? ക്രിംസൺ റെഡിൻ്റെ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ റെഡിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ് ഈ ക്രിംസൺ എന്ന് പറയുന്നത്. ക്രിംസൺ റെഡ് കളർ, ബ്രിക്ക് റെഡ് കളർ നമ്മൾ കെമിസ്ട്രിയിലേക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ കളേഴ്സ് പറയുമല്ലോ. അതല്ലാതെ ഇൻഡിഗോ ബ്ലൂ അല്ലെ. ഇൻഡിഗോ എന്ന് പറയുമ്പോഴാണെങ്കിലും സ്കൈ ബ്ലൂ എന്നാണെങ്കിലും. അപ്പോൾ ഇവിടെ നോക്കിക്കുക, സയനും ഇൻഡിഗോയും സ്കൈ ബ്ലൂവും എന്താ? ബ്ലൂവിൻ്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ ബ്ലൂവിൻ്റെ തന്നെ പലതരത്തിലുള്ള ഷെയ്ഡുകളാണ്. എക്സെപ്റ്റ് ഏത് ഓപ്ഷൻ? നമ്മുടെ ബി, ക്രിംസൺ മാത്രം നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും. ക്രിംസൺ എന്ന് പറയുമ്പോൾ എന്താ? റെഡിൻ്റെ ഒരു വേരിയേഷനാണ് ക്രിംസൺ റെഡ് കളർ എന്ന് പറയുന്നത്. സ്കാർലെറ്റ് റെഡ് കളർ, ക്രിംസൺ റെഡ് കളർ എന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പോൾ അതെല്ലാം എന്താ? അത് റെഡിൻ്റെ വേരിയേഷൻസ് ആണ്. സയാൻ, ഇൻഡിഗോ, സ്കൈ ബ്ലൂ ഒക്കെ എന്താ? ബ്ലൂവിൻ്റെ വേരിയേഷൻ ആണ്. അപ്പോൾ അതാണ് അവിടുത്തെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ അത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എഗെയിൻ വേർഡ്സ് വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷീപ്പ്, ലാമ്പ്, ആ രണ്ട് പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അതേപോലെ കോക്രോച്ചിനെ നിങ്ങൾ 4 ഓപ്ഷൻസിൽ നിന്നും ഏതായിട്ടായിരിക്കും മാച്ച് ചെയ്യാൻ പോകുന്നുണ്ടാവുക. ഷീപ്പ്, ലാമ്പ് അല്ലേ. നമ്മുടെ ആട്, ഷീപ്പ്, ചെമ്മരിയാട്. അപ്പോൾ അതിൻ്റെ ചെറിയ കുട്ടികളെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ലാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഷീപ്പിൻ്റെ ചെറിയ ബേബികളെ പറയുന്ന പേരാണ് ലാമ്പ് എന്ന് പറയുന്നത്. അതേപോലെ കോക്രോച്ചിൻ്റെ ചെറിയ കോക്രോച്ചസുകളെ നമ്മൾ പറയുന്ന പേരെന്താ? നിംഫ് എന്നായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. നിംഫ്. അപ്പോൾ ആ കോക്രോച്ചസിൻ്റെ ചെറുത് ഏതാ? ചെറിയ വേർഷൻ, യങ് വേർഷൻ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ നമ്മൾ പറയുന്നത് നിംഫ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. കാറ്റർപില്ലർ അല്ല, ഫില്ലി അല്ല, ലാർവിയോ അല്ല, നിംഫ് ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ ചെയ്യാനില്ല അല്ലേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് വൊക്കാബ് അറിയുമോ എങ്കിൽ മാത്രം ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് അടിക്കേണ്ടി വരും. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. 26, 50, 17, 37, 65, 101, 49, 82. എന്തായിരിക്കും? 26, 50, 17, 37. നിങ്ങൾ മിക്കവാറും ഡിഫറൻസുകൾ എടുക്കും അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും അല്ലേ. എന്തെങ്കിലും ആഡ് ചെയ്ത് കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്താൽ എനിക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26, 50 അല്ലേ. 26, 50 എന്നുള്ള ഫസ്റ്റത്തെ പേര് ഞാൻ എടുക്കുകയാണെങ്കിൽ 26 എന്താ? 5ന്റെ സ്ക്വയറിനോട് കൂടെ ഞാൻ 1 കൂട്ടിയതാണ് 26 എന്ന് പറയുന്നത് അല്ലേ. 25 + 1 26. അതേപോലെ 50നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 7ന്റെ സ്ക്വയറിനോട് കൂടെ 1 കൂട്ടിയതാണ് 50 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അതേപോലെ നമ്മുടെ സെക്കൻഡ് പേർ. അപ്പോൾ ഈ പേർ ഓക്കെ ആയി. പ്ലസ് ചെയ്തിരിക്കുക 5ഉം 7ഉം അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്തു, 1 കൂട്ടി, അപ്പോൾ എനിക്കൊരു പേര് കിട്ടി. അതേപോലെ ഞാൻ അടുത്തത് എടുക്കുന്നു 17, 37. 17, 37. അപ്പോൾ 17 എന്ന് പറയുന്നത് എന്താ? 4ന്റെ സ്ക്വയറിനോട് കൂടെ അല്ലേ. 16 + 1 ആണല്ലോ. 4ന്റെ സ്ക്വയർ + 1 ആണ് 17. 6ന്റെ സ്ക്വയർ + 1 36 + 1 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ 37 എന്ന് പറയുന്നത് അല്ലേ. 4ന്റെ സ്ക്വയർ + 1, 6ന്റെ സ്ക്വയർ + 1. അതേപോലെ അടുത്തത് 65, 101നെ എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും? 65, 101. 65 എന്ന് പറയുന്നത് 8ന്റെ സ്ക്വയറിനോട് കൂടെ 1 കൂട്ടുന്നതാണ് അല്ലേ. 8ന്റെ സ്ക്വയർ 64 + 1 ആണ് 65. അതേപോലെ 10ന്റെ സ്ക്വയർ 100 + 1 ആണ് 101 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കറക്റ്റ് ആണ്. അടുത്ത ഓപ്ഷനിലേക്ക് വരാം. 49,
82. അപ്പോൾ 49 എന്ന് പറയുമ്പോൾ എന്തല്ല, അതിനെ എനിക്കിങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റില്ല. ഒരു 49 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണെന്നുള്ളത്, 7ന്റെ സ്ക്വയർ ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ 7ന്റെ സ്ക്വയർ ഇവിടെ എന്തെന്ന് വരും, 9ന്റെ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ 49, 82 എന്ന് പറയുന്ന ഓപ്ഷനാണ് അവിടെ ഓടായിട്ട് നിൽക്കുന്നത്. കാരണം ബാക്കി എല്ലാ ഓപ്ഷനിലെ നമ്പേഴ്സിനെയും പേഴ്സിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റി, 1ന്റെ പെർഫെക്റ്റ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ജനറൽ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റി. 49ഉം 82 വരുന്ന സമയത്ത് എന്താ, 49 എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും 7ന്റെ സ്ക്വയർ ആണ്, പക്ഷേ ബാക്കിയുള്ളതിന് എഴുതിയ പോലെ സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ഫോമിൽ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിൽ കൂട്ടത്തിൽ ചേരാതെ നിൽക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ചെയ്തു പോലും നോക്കാതെ ഓപ്ഷൻസ് മാത്രം നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം ആൻസർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? 121, 81, 2, 88, 54, 2. ആദ്യത്തെ ഫസ്റ്റ് നമ്പറാണ് വലിയ നമ്പർ, പക്ഷെ സെക്കൻഡ് പെയറിലേക്ക് വരുമ്പോൾ കറക്റ്റാ, മൂന്നാമത്തെ നമ്പറാ ചെറിയ നമ്പർ അല്ലേ. എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? ശ്രദ്ധിച്ചേ, 121. അപ്പോൾ ഇത് കാണാതെ കണ്ടിട്ട് തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഏത് ആൻസർ എന്നുള്ളത്. ഇവിടെ 121 11ന്റെ മൾട്ടിപ്പിളാ, 88 11ന്റെ മൾട്ടിപ്പിളാ. മിക്കവാറും ആ ഓപ്ഷനിൽ കറക്റ്റ് ഓപ്ഷൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്ഷൻ ഡി ആണ് എനിക്ക് 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ, 77 സ്റ്റാർട്ട് ചെയ്യണേ. ചെയ്ത് നോക്കാം. 121, 81, 2 അല്ലേ. അപ്പോൾ ഞാൻ അതിൽ ഫസ്റ്റ് നമ്പറിന് എടുത്തു 121. 11ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, 11ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 11 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ 11 തന്നെ കിട്ടും. 81 അടുത്ത നമ്പർ ഏതാ, 81 അല്ലേ. 81 9ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 9. ഇപ്പോൾ സ്ക്വയർ എന്നുള്ളത് മാത്രമല്ല, ഞാൻ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ 9 കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടിയ ആൻസറിന് പരസ്പരം ഞാൻ മൈനസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മൂന്നാമത്തെ നമ്പറായ 2 കിട്ടും അല്ലെ. 11 - 9 എത്രയാ, 11 - 9 2. എന്താ ഞാൻ ചെയ്തത്, ഫസ്റ്റ് നമ്പറിനെ 11 വെച്ച് ഡിവൈഡ് ചെയ്തു, ആൻസർ എഴുതി. സെക്കൻഡ് നമ്പറിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്തു, ആൻസർ എഴുതി. അങ്ങനെ കിട്ടിയ രണ്ട് ആൻസറുകളുടെയും ഡിഫറൻസ് ഞാൻ എടുത്തപ്പോൾ എനിക്ക് മൂന്നാമത്തെ നമ്പറിനെ കിട്ടി. അതേപോലെ തന്നെയാണോ നമ്മുടെ രണ്ടാമത്തെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 88 ആണ് കിടക്കണേ. 88നെ 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ 8 എന്ന് കിട്ടും. അതേപോലെ 54 ഇനി എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം, 9 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടി വരും അല്ലെ. 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ 6 എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിട്ടിയ ആൻസറുകളുടെ ഡിഫറൻസ് 8ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ എനിക്ക് എത്രയെന്ന് കിട്ടും, 2 എന്ന് കിട്ടും. 2 തന്നെയാണ് എന്താക്കി എഴുതിയിരിക്കുന്നത്, തേർഡ് നമ്പർ ആക്കി എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതേ റൂള്, ജനറൽ റൂള് ഫോളോ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചാലും മതി അല്ലേ. അപ്പോൾ നോക്കിക്കേ, ലാസ്റ്റത്തെ ഓപ്ഷനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 77നെ ഞാൻ 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ 7 എന്ന് കിട്ടും. അടുത്ത എന്താ, 18നെ ഞാൻ 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ 2 എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിട്ടിയ ആൻസറുകളുടെ ഡിഫറൻസ് 7 - 2 അതായിരിക്കും എൻ്റെ തേർഡ് നമ്പർ ആയിട്ടുള്ള 5 എന്ന് പറയുന്നത്. ശരിയല്ലേ? ഫസ്റ്റ് നമ്പറിനെ 11 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, സെക്കൻഡ് നമ്പറിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. കിട്ടുന്ന ആൻസേഴ്സിൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മൂന്നാമത്തെ നമ്പറിനെ കിട്ടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നമ്മുടെ ഓപ്ഷൻ ഡി 77, 18, 5 ആയിരിക്കും ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എഴുതിയെടുക്കണേ അത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. കലണ്ടറിലൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് ഭയങ്കര എളുപ്പമാണ്. ഡിഫറൻസ്, രണ്ട് ഡേറ്റുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. നമ്മൾ ക്ലോക്കിലൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നില്ലേ, അവർ, മിനിറ്റ്, സെക്കൻഡ് തന്നിട്ട് രണ്ട് സമയങ്ങളിൽ തമ്മിൽ എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്നുള്ളത്. അതേപോലെ ചെയ്തെടുക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. നോക്കിക്കേ, 1996 സെപ്റ്റംബർ 4 അങ്കിത് ജനിച്ചത്. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, 2020 ഓഗസ്റ്റ് 10 ആകുമ്പോൾ അങ്കിത്തിന് എത്ര വയസ്സാവും? വയസ്സാവും എന്ന് ചോദിക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അവിടെ തന്നിരിക്കുന്ന രണ്ട് ഡേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം, അതാണല്ലോ വർഷം. എത്ര വർഷം, ജനിച്ച വർഷം തൊട്ടിട്ട് ഇന്നത്തെ ദിവസം വരെ, ഇന്നത്തെ ഡേറ്റ് വരെ ഞാൻ എത്ര, എൻ്റെ വയസ്സ് എത്രയാണെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഇന്നത്തെ ഡേറ്റ് മൈനസ് ഞാൻ എന്നാണോ ജനിച്ചത് അല്ലേ, ആ ഇടയിലുള്ള ഗ്യാപ്പുകളിൽ വരുന്ന എത്ര വർഷമുണ്ട്, എത്ര മാസമുണ്ട്, എത്ര ദിവസം, മിനിറ്റ്, സെക്കൻഡ്, അതാണ് എന്തെന്ന് പറയുന്നത്, എൻ്റെ വയസ്സെന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന രണ്ട് ഡേറ്റുകളുടെ ഡിഫറൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? 2020. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുന്നത്, വർഷം ആദ്യം എഴുതുന്നു, അതിനുശേഷം നമ്മൾ അങ്ങനെയല്ലേ പറയാ, എനിക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുമ്പം ഞാൻ എൻ്റെ ഇത്ര വയസ്സ്, 23 വയസ്സ്, അല്ലെങ്കിൽ വയസ്സ്, ഇയർ ആണല്ലോ നമ്മൾ ആദ്യം പറയുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഇയർ, മന്ത്, ഡേറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിന് എഴുതാൻ പോകുന്നത്. വർഷം ആദ്യം എഴുതി, അതിനുശേഷം മന്ത്, അതിനുശേഷം ഡേറ്റ് എഴുതുന്നു. ഡേറ്റ് ഇങ്ങനെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ 2020 ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ ഏതാ മാസം, ഡേറ്റ് നമ്പർ എത്രയാ, 8ാമത്തെ മാസം അല്ലേ. 08, ഡേറ്റ് എത്രയാ, 10, ഓഗസ്റ്റ് 10. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ഒരു ഡേറ്റിലുള്ള അങ്കിത്തിൻ്റെ വയസ്സാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്കിത്ത് ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ 1996 സെപ്റ്റംബർ 4. അപ്പോൾ എത്രയാ അത്, 9, 4
അല്ലേ? സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ 9ാമത്തെ മാസം സെപ്റ്റംബർ 4. ഇനി ഇവർ തമ്മിൽ എനിക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമുണ്ടാവില്ല. ഇത് ഡേയ്സ് ആണല്ലോ, ഡേയ്സ്, മന്ത്, വർഷം. 10ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ എനിക്ക് 6 ഡേയ്സ് എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻസിൽ 6 ഡേയ്സ് എന്ന് പറയുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ സി ആവാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്കിന് മൈനസ് ചെയ്യണം. മന്തുകളെ മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് പറ്റുന്നില്ല? നമുക്ക് 8ൽ നിന്ന് എനിക്ക് 9 കുറയ്ക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മൾ ക്ലോക്കിലെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? ആ മിനിറ്റ് നമ്പർ കുറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അവർ, മണിക്കൂറിൽ നിന്ന് നമ്മൾ ഒരു മണിക്കൂറിനെ 60 മിനിറ്റ് എന്നുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് എടുക്കും. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം? 2020 ആണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിന് മൊത്തമായിട്ട് അങ്ങോട്ട് കടമെടുക്ക്. ഒരു വർഷത്തിന് ഇവിടെ നിന്ന് ഒരു മൈനസ്, ഒരു വർഷം ഞാൻ കുറച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വർഷം എന്ന് പറയുമ്പോൾ 12 മാസമാണല്ലോ. ആ 12 മാസത്തിന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എഴുതുന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര മാസമായി? 12 + 8 20 മാസമായി അല്ലേ? 20 മാസമായി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 20 മാസത്തിൽ നിന്നും എനിക്ക് 9നെ കുറച്ചാൽ മതി. അപ്പോൾ എനിക്ക് എളുപ്പമായി അല്ലേ? അപ്പോൾ എത്രയാണെന്ന് വരും? 11 മാസം എന്ന് എനിക്ക് കിട്ടി. 11 മാസം. 20 - 9 11. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എന്ത് കണ്ടുപിടിക്കണം? 2020 96 തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിക്കണം. പക്ഷെ അവിടെ നിന്ന് ഒരു വർഷത്തിന് ഞാൻ ഓൾറെഡി കടം എടുത്തില്ലേ? അപ്പം പിന്നെ അവിടെ ഒരു വർഷം കുറച്ചല്ലേ ഉള്ളൂ. അതായത് 2019 96 തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കണം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എത്ര വരിക? ഇവിടെ ഓൾറെഡി 2019 അല്ലേ ഉള്ളൂ ഇനി അല്ലേ? ഒരു വർഷം മൊത്തത്തിന് ഞാൻ 12 മാസമാക്കി കൺവേർട്ട് ചെയ്ത് കടം എടുത്തു കഴിഞ്ഞു. 2019 1996 എത്ര വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട് അവിടെ? 23 വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ? 23. അപ്പോൾ എന്തായിരിക്കും ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ? 23 വയസ്സ് 11 മാസം 6 ദിവസമായിരിക്കും അങ്കിത്തിൻ്റെ ആ ഒരു ഡേറ്റിൽ, പറഞ്ഞ ഡേറ്റിൽ പ്രായം, വയസ്സ്, ഏജ് എന്ന് പറയുന്നത്. 23 years 11 months 6 days. അപ്പോൾ 2 ഡേറ്റുകൾ എന്നാലും കുറയ്ക്കുന്നതിന് എളുപ്പമാണ്. വർഷത്തിന് എന്ത് ചെയ്യുക? ഇങ്ങനെ ചെറിയ നമ്പർ വരുന്ന സമയത്ത് കൺവേർട്ട് ചെയ്താൽ മതി. അതിപ്പോൾ ഡേയ്സ് ആണെങ്കിലും ബാധകമാണ്. ഒരു മാസം എന്നുള്ളത്, അത് ഏത് മാസമാണോ അതിനനുസരിച്ച് 30, 31 എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുത്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മൈനസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. കലണ്ടറിലൊരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാം നമുക്ക് അല്ലേ? 2005 ക്വസ്റ്റ്യൻ എന്നായിരിക്കുന്നത്? 2005 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഫ്രൈഡേ. 2005 ഓഗസ്റ്റ് 15 ഫ്രൈഡേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ കണ്ടുപിടിക്കണ്ടേ? വർഷം മാറുന്നില്ല, 2005 തന്നെയാണ്. 2005 നമ്മൾ പുറകിലേക്ക് പോകാൻ പോവുക അല്ലേ? ഓഗസ്റ്റിലെ ഡാറ്റ വന്നിട്ട് ഏപ്രിലിലെ ഡാറ്റ അവർ ചോദിച്ചത്. ഏപ്രിൽ 29 ഏത് ദിവസമായിരിക്കും? ഏപ്രിൽ 29 ഏത് ദിവസമായിരിക്കും? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറകിൽ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കൽ തന്നെയാണ്. ഇവിടെ വർഷങ്ങളുടെ ഗ്യാപ്പില്ല, മാസങ്ങളും ദിവസങ്ങളും മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ ഇനി ഓഗസ്റ്റിൽ നിന്നും ഏപ്രിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 15 എനിക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ബാക്കി പുറകിലേക്ക് കൗണ്ട് ചെയ്ത് പോകുന്ന സമയത്ത് എത്ര ഓഡ് ഡേയ്സ് വരും? 15 ഡിവൈഡഡ് ബൈ 7 ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം ഓഡ് ഡേ ആയിട്ട് കിട്ടും. അതേപോലെ ജൂലൈയിൽ മൊത്തം എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 3 ഓഡ് ഡേയ്സ് ഉണ്ട്. ജൂണിൽ 2 ഓഡ് ഡേയ്സ് ഉണ്ട്. മെയ്യിൽ 3 ഓഡ് ഡേയ്സ് ഉണ്ട്. ഏപ്രിൽ ടോട്ടൽ 2 ഓഡ് ഡേയ്സ് ആണ്. പക്ഷേ ഏപ്രിൽ 29 വരെ, 29 ആണ് ചോദിക്കണേ അല്ലേ? അപ്പോൾ 29 എന്ന് പറയുമ്പോൾ ഏപ്രിൽ എത്ര ദിവസം ഉണ്ട്? 30 ദിവസം ഉണ്ട്. 30 29 ആണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ എത്ര? ഒരു ദിവസം മാത്രം എനിക്കിനി കൗണ്ട് ചെയ്താൽ മതി അല്ലേ? ഏപ്രിൽ മൊത്തമാക്കി എനിക്ക് എടുക്കണ്ടല്ലോ. ഏപ്രിൽ 1-ാം തീയതിയിലേക്ക് എനിക്ക് പോകണ്ട, ഏപ്രിൽ 29-ാം തീയതിയിലേക്ക് പോയാൽ മതി. ഏപ്രിൽ അപ്പോൾ എത്ര ദിവസം? ഏപ്രിൽ 30 ദിവസമുള്ളേ. അപ്പോൾ 30 എന്ന് പറയുന്ന ആ ഒരു ദിവസം മാത്രം എനിക്ക് ഓഡ് ഡേ ആയിട്ട് എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നിങ്ങൾ കൂട്ടുക. എത്രയാന്ന് വരും? 10 അല്ലേ? 10 ഓഡ് ഡേയ്സ്. ടോട്ടൽ എനിക്ക് എത്ര ഓഡ് ഡേയ്സ് കിട്ടി? 10 ഓഡ് ഡേയ്സ് കിട്ടി. അല്ലെങ്കിൽ 10നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 ഓഡ് ഡേയ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ശിഷ്ടം മതിയല്ലോ നമുക്ക്. 3 ഓഡ് ഡേയ്സ്, 3 ഓഡ് ഡേയ്സ്. 30 അല്ല, 3 ഓഡ് ഡേയ്സ് എനിക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അറിയുന്ന ഫ്രൈഡേ എന്ന് പറയുന്ന ഡാറ്റയിൽ നിന്നും 3 ദിവസം എനിക്ക് പുറകിലേക്ക് പോയാൽ മതി അല്ലേ? പുറകിലേക്കല്ലേ പോകണേ? ഓഗസ്റ്റിൽ നിന്നും ഏപ്രിലിലേക്കല്ലേ പോകുന്നത്? അപ്പോൾ എന്ത് ചെയ്യുക? ഫ്രൈഡേയിൽ നിന്ന് 3 ദിവസം പുറകിലേക്ക് പോകാന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പോവുക? തേഴ്സ്ഡേ, വെനസ്ഡേ, ട്യൂസ്ഡേ ആയിരിക്കും നമ്മുടെ 2005 ഏപ്രിൽ 29 എന്ന് പറയുന്ന ദിവസം. ഏത് ദിവസമായിരിക്കും? ട്യൂസ്ഡേ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നമുക്ക് ഓഡ് ഡേയ്സ് കണ്ടുപിടിച്ചാൽ മതി. ഇതുപോലെ ടോട്ടൽ ഓഡ് ഡേയ്സ് കൗണ്ട് എടുക്കുക, സം എടുക്കുക, ശേഷം എന്ത് ചെയ്യുക? റിമൈൻഡർ മാത്രം നമുക്ക് മതി. കൂട്ടി അവസാനം വരെ ആ ഡാറ്റ നമുക്ക് വേണമെന്നില്ല. 9ാമത്തെ ക്വസ്റ്റ്യൻ ഏജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ? സിയുടെ വയസ്സാണ് ചോദിക്കണേ. എയുടെയും ബിയുടെയും വയസ്സ് നമുക്ക് അവർ സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ 9 years later the age of B will be equal to the present age of A. അപ്പോൾ ഞാൻ നിലവിൽ പ്രസൻറ്റിൽ എയുടെ വയസ്സ് എ എന്ന് തന്നെ എടുക്കുന്നു, ബിയുടെ വയസ്സ് ബി എന്ന് തന്നെ എടുക്കുന്നു, സിയുടെ വയസ്സ് സി എന്ന് തന്നെ എടുക്കുന്നു.
ഓക്കെ, ഇനി എന്താ പറയുന്നത് 9 വർഷങ്ങൾക്ക് ശേഷം എന്നാ പറഞ്ഞിരിക്കുന്നത്. 9 വർഷങ്ങൾക്ക് ശേഷം ബിയുടെ വയസ്സ് ഇപ്പോഴത്തെ എയുടെ വയസ്സിനോട് തുല്യമായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ എയുടെ വയസ്സ് എന്ന് പറയുമ്പോൾ എ ആണ്, അതിനോട് തുല്യമാവും ആരുടെ വയസ്സ്? 9 വർഷങ്ങൾക്ക് ശേഷമുള്ള ബിയുടെ വയസ്സ്. 9 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ ബിയുടെ വയസ്സ് ബി ആണെന്നുണ്ടെങ്കിൽ, ബി ഇയേഴ്സ് അല്ലെങ്കിൽ ബി ആണെന്നുണ്ടെങ്കിൽ, ബി ഇയേഴ്സ് അല്ലെങ്കിൽ ബി ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും 9 വർഷം കഴിയാന്ന് പറയുമ്പോൾ എത്രയാ? B+9 അല്ലേ? അപ്പോൾ B+9. അപ്പോൾ എയുടെ വയസ്സ് 9 വർഷങ്ങൾക്ക് ശേഷം ബിയുടെ വയസ്സ് എയുടെ നിലവിലെ വയസ്സിനോട് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ A = B+9 അല്ലെങ്കിൽ A - B = 9 അല്ലേ? ഒന്നും ഇങ്ങോട്ട് പ്രത്യേകം ഞാൻ കൊണ്ടുവന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിക്കേ. അടുത്ത സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? അടുത്തത് സം ഓഫ് A's ഏജ് 3 years later and B's age 4 years ago will be 76. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. സം ഓഫ് A's ഏജ് 3 years later. അപ്പോൾ തുകകളാണ് പറയുന്നത്. ആരുടെയൊക്കെ? എയുടെയും ബിയുടെയും വയസ്സുകളുടെ തുകയാണ് പറയുന്നത്. എയുടെ വയസ്സ് എങ്ങനെയാ? 3 വർഷങ്ങൾക്ക് ശേഷമുള്ള എയുടെ വയസ്സ്. അപ്പോൾ എയുടെ നിലവിലെ വയസ്സ് 3 ആണ്. 3 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ +3, A+3 പ്ലസ് തുകയാണല്ലോ പറയുന്നത്, സമ്മാണ്. ബിയുടെ വയസ്സ് എങ്ങനെയാ? ബീസ് ഏജ് 4 years ago, 4 വർഷം മുൻപുള്ള ബിയുടെ വയസ്സ്. അപ്പൊ നിലവിൽ ബിയുടെ വയസ്സ് ബി ആണെന്നുണ്ടെങ്കിൽ 4 വർഷം മുൻപെന്ന് പറയുമ്പോൾ എത്രയാ? -4 അല്ലെ? അതിൽ നിന്ന് 4 മൈനസ് ചെയ്യണം. അങ്ങനെ മൈനസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്ര ആൻസർ കിട്ടും? അവരുടെ തുക എത്രയാണെന്ന് കിട്ടും? 76 എന്ന് കിട്ടുന്ന അവർ പറയണേ. 76. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? A+B -1 = 76. അല്ലെങ്കിൽ എന്തെന്ന് എഴുതാം? A+Bയുടെ വാല്യൂ എനിക്ക് 77 എന്ന് എനിക്ക് കിട്ടും. എല്ലാവർക്കും കിട്ടും അല്ലെ? A+Bയുടെ വാല്യൂ 77 എന്ന് എനിക്ക് കിട്ടി. അപ്പോൾ നോക്കിക്കേ, A - Bയുടെ വാല്യൂ 9 ആണ്, A+Bയുടെ വാല്യൂ 77 ആണ് എന്നുണ്ടെങ്കിൽ എയും ബിയും കണ്ടുപിടിച്ചൂടെ? എളുപ്പമല്ലേ? A+B A - B കിട്ടിക്കഴിഞ്ഞാൽ എയും ബി എങ്ങനെ കണ്ടുപിടിക്കുക? A = രണ്ടും കൂടി കൂട്ടുക /2 ചെയ്യുക അല്ലേ? എത്രയാന്ന് വരും? 43 എന്ന് വരും. 77 + 9 എത്രയാന്ന് വന്നു? 86. 86 /2 43. ബിയുടെ വയസ്സ് എന്തെന്ന് എങ്ങനെ കിട്ടും? രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കുക /2 ചെയ്താൽ മതി. രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കുക എന്ന് പറയുന്ന സമയത്ത് എത്രയാന്ന് വരും? 34 അല്ലേ? 64. 68 എന്ന് വരും. 68 /2 34 എന്ന് കിട്ടി. അപ്പോൾ A+B A - B അറിയാന്നുണ്ടെങ്കിൽ പ്ലസ് ചെയ്യുക /2 ചെയ്താൽ എയുടെ വാല്യൂ കിട്ടി, മൈനസ് ചെയ്യുക /2 ചെയ്ത് കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ കിട്ടി. അപ്പം നിലവിലെ എയുടെയും ബിയുടെയും വാല്യൂ എനിക്ക് കിട്ടി. ക്വസ്റ്റ്യൻ എന്താ? സിയുടെ വയസ്സ് കണ്ടുപിടിക്കണം അല്ലെ? 10 വർഷങ്ങൾക്ക് ശേഷമുള്ള സിയുടെ വയസ്സ് കണ്ടുപിടിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിയുടെ നിലവിലെ വയസ്സ് എത്രയായിരിക്കും? നോക്കിക്കേ, സി ഈസ് ഹാഫ് ഓഫ് ദി പെർസെൻറ്റേജ് ഓഫ് ബി. ബിയുടെ നിലവിലെ വയസ്സ് എത്രയാണോ അതിന്റെ പകുതിയാണ് സിയുടെ നിലവിലെ വയസ്സ്. അപ്പോൾ ബിയുടെ എത്രയാ? 34 വയസ്സാണ് ബിയുടെ നിലവിലെ വയസ്സ്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ സിയുടെ എത്രയാ? 34 /2 17 വയസ്സായിരിക്കും സിയുടെ നിലവിലുള്ള വയസ്സ്. നിലവിലുള്ള വയസ്സല്ല ചോദിച്ചത്, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? സിയുടെ 10 വർഷങ്ങൾക്ക് ശേഷമുള്ള വയസ്സാണ്. അപ്പോൾ സിക്ക് നിലവിൽ 17 വയസ്സുണ്ടെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം എത്ര വയസ്സാവും? 17 + 10 27 വയസ്സായി. 27 ആയിരിക്കും ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ. 27. അപ്പോൾ അത് എഴുതിയെടുക്കുക അല്ലേ? 27 വയസ്സായിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഓഡ് 1 ഔട്ടാണ്. 145, 463, 581, 651. എന്തായിരിക്കും ആൻസർ? ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാം അല്ലേ? എന്താ പറഞ്ഞേക്കണേ? ഓഡ് 1 ഔട്ടാണ് ചോദിച്ചിരിക്കണേ. ഇതിൽ 145. ഇതിൽ ഞാൻ ആൻസർ പറയാം. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 463 ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ബാക്കിയുള്ള എല്ലാ നമ്പറുകളും എങ്ങനത്തെ നമ്പറാണ്? അവർക്കൊക്കെ ഒന്നും ആ നമ്പറും അല്ലാതെ ബാക്കി പല ഫാക്ടറുകളും ഉള്ള നമ്പറുകളാണ്. അതായത് എന്താ? കോമ്പോസിറ്റ് നമ്പേഴ്സുകളാണ് അല്ലേ? കോമ്പോസിറ്റ് നമ്പറുകളാണ്. 463 എന്ന് പറയുന്ന നമ്പർ മാത്രം പ്രൈം നമ്പറാണ്. നമ്മുടെ പ്രൈം നമ്പറാണ് 463. ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ എങ്ങനത്തെ നമ്പറുകളാണ്? അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ 145 എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം 5-ൽ അവസാനിക്കുന്നത്. 5 എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു ഫാക്ടറാണ് അല്ലേ? അതേപോലെ 581 എന്ന് പറയുമ്പോൾ എത്രയാ? 14. 7ന്റെ മൾട്ടിപ്പിൾ, 7ന്റെ ടേബിളിൽ പോകുന്ന നമ്പറാണ് 581 എന്ന് പറയുന്നത്. 651 എന്ന് പറയുമ്പോഴും 3ന്റെ ടേബിളിൽ പോകും അല്ലേ? 3ന്റെ ടേബിളിൽ പോകുന്ന, 4ന്റെ ടേബിളിലൊക്കെ 4ന്റെ 3ന്റെ ടേബിളിൽ പോകുന്ന നമ്പറാണ് 651 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഓപ്ഷൻ ബി 463 മാത്രം എന്താ? പ്രൈം നമ്പറാണ്. ബാക്കിയെല്ലാം എന്താ? പ്രൈം നമ്പേഴ്സ് ആണ്. ബാക്കിയെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ഒരു ഓപ്ഷനിൽ ഒരെണ്ണം മാത്രം എന്ത് വന്നു? നമുക്ക് പ്രൈം നമ്പർ ആയിട്ട് വന്നു. അപ്പോൾ ആ പ്രൈം നമ്പേഴ്സുകളുടെ പ്രത്യേകത എന്താ? ആ പ്രൈം നമ്പേഴ്സിന് ഒന്നും പിന്നെ അതേ നമ്പർ മാത്രമേ ഫാക്ടർ ആയിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള നമ്പേഴ്സ് ഒന്നും വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാനോ ഒന്നിനും നമുക്ക് പറ്റില്ല. ഫാക്ടറുകളായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത സെറ്റ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.